ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് ചെയ്യാമെന്ന് കരുതിയിട്ട് സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ സൺഡേ സ്പെഷ്യലായിട്ട് എന്താണുള്ളത്? ജോലിക്കാരും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇന്ന് സൺഡേ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ സ്പെഷ്യൽ ഔട്ടിങ്ങിനൊക്കെ പോകുന്ന ആളുകളായിരിക്കുമല്ലേ. ഈ തിരക്കിനിടയിൽ ഒരു സൺഡേ കിട്ടിയാൽ എന്തെല്ലാം ചെയ്യാനുണ്ടാവുക അവർക്ക്. പക്ഷെ നമ്മൾ വീട്ടമ്മമാർക്ക് സ്ഥിരം പല്ലവി തന്നെയാണ് കേട്ടോ. എന്നും ചെയ്യുന്ന ജോലികൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പുട്ടാണ് തയ്യാറാക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ പുട്ടാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് കുറച്ച് നാളികേരം ചേർക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുക്കറിന് മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ പുട്ട് തയ്യാറാക്കുന്നത്. പുട്ടുകുറ്റിയൊക്കെ നാശമായി പോയി. പുട്ടുകുറ്റി എനിക്കങ്ങനെ ഇടം നിൽക്കാറില്ല. കാരണം ആ പുട്ടുകുറ്റിയുടെ കുടം എപ്പോഴും വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കും. ഞാൻ ഒന്ന് രണ്ടൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അത് എനിക്ക് മടുത്തു. അതിൽ വെള്ളം ലീക്കായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റിയപ്പോൾ ഇങ്ങനെ വെക്കുന്ന ഒരു കുറ്റി ആണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ എന്തെങ്കിലുമൊക്കെ പാകം ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ പുട്ടും വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇത് എളുപ്പത്തിനായിട്ട് വാങ്ങിച്ച ഒരു പുട്ടുകുറ്റിയാണ് കേട്ടോ. മറ്റേ പുട്ടും കൂടെ ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് അതിൽ നിന്ന് വെള്ളം ലീക്കാവുന്നത് കൊണ്ട് എനിക്ക് എളുപ്പം ഈ ഒരു പണിയാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായിട്ടുള്ള പുട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ 2 മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തണുത്ത വെള്ളത്തിലേക്ക് എടുത്തിടണം. പുട്ടുണ്ടാക്കുമ്പോൾ കടലക്കറിയും അതുപോലെ തന്നെ പഴമൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്നും നമ്മൾ കടലക്കറിയൊന്നും തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ നേരം വൈകി എഴുന്നേറ്റത് കൊണ്ട് തന്നെ പിന്നെ തലേ ദിവസം കടല വെള്ളത്തിലിടാനും മറന്നുപോയി. അപ്പോൾ ഓണത്തിനായിട്ട് വാങ്ങിച്ച പപ്പടത്തിൽ 2-4 പപ്പടം ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ബലം പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതെടുത്തൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു. പൊട്ടിലേക്ക് പപ്പടം നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ സ്ഥിരമായിട്ട് പപ്പടം കഴിക്കുന്ന ആളുകളല്ല കേട്ടോ. ഹസ്ബൻഡിന് പപ്പടം നല്ല ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന് പ്രഷർ ഉള്ളത് കൊണ്ട് ഗുളികയൊക്കെ 2 നേരം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഈ പപ്പടം ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറില്ല. അങ്ങേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനങ്ങനെ വാങ്ങിച്ച് വെക്കാറുമില്ല. അപ്പോൾ ഓണത്തിന് നമുക്ക് ഒരു ആവശ്യമാണല്ലോ. ഓണത്തിന് പപ്പടം ഇല്ലാതെ എന്ത് സദ്യ. അപ്പോൾ അതുകൊണ്ട് 100 ഗ്രാം പപ്പടം അന്ന് വാങ്ങിച്ചതിലിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് നാശാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വറുത്ത് നമ്മൾ പുട്ടിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയല്ല കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്, കാപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇടവിട്ട് കുറച്ച് ദിവസങ്ങളിൽ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പം മടുക്കും. അപ്പോൾ പിന്നെ കാലത്ത് കാപ്പി തയ്യാറാക്കും. ഇടവിട്ട് ഒരു ദിവസത്തിൽ ചായ കുടിക്കുന്ന ഒരു ശീലം ഞങ്ങൾക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മാത്രം ഓരോ ഗ്ലാസ് ചായ, പിന്നെ വൈകിട്ട് 4 മണിക്കൊരു ചായ. അത് അത്രയേ ഉള്ളൂ കേട്ടോ. ചിലർക്ക് ഉണ്ടാവുമല്ലോ ബെഡ് കോഫിയൊക്കെ കഴിക്കുന്നൊരു ശീലം, അത് ഞങ്ങൾ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ ബ്രൂവിൻ്റെ കുറേ പാക്കറ്റുകൾ, ഈ 2 രൂപയുടെ പാക്കറ്റുകൾ ഇങ്ങനെ കുറേ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെക്കാറാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സാഷേ എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ചായ ഉണ്ടാക്കാൻ, 2 കാപ്പി ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ പൊട്ടിച്ചിട്ട് അതിൽ വലിയൊരു പാക്കറ്റോ അല്ലെങ്കിൽ വലിയൊരു കുപ്പിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കത് ലെയർ കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് നാശമായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാപ്പി കുടിക്കണം എന്ന് തോന്നുന്ന സമയങ്ങളിൽ കുറച്ച് പാക്കറ്റുകൾ ഇങ്ങനെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാറാണ്. അപ്പോൾ നമ്മൾ കാപ്പിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. മടിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് പുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടിലേക്ക് പപ്പടം, അതുപോലെ തന്നെ റോബസ്റ്റ് പഴമുണ്ട്, ഒരു മുട്ട പുഴുങ്ങിയതുണ്ട്. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ മടിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. താങ്ക്സ് ഓ.